ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു സ്നാക്സ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ തീർച്ചയായിട്ടും ഇതെന്നും ഉണ്ടാക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായി ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സാധാരണ ചോറിൻ്റെ അരി 250 ഗ്രാം അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ അരി വറുത്തെടുക്കുന്ന പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഇതും വറുത്തെടുക്കണം. അരി നമ്മൾ ഇതുപോലെ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഏലക്കായും ഇട്ട് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഏലക്കായുടെ മണം ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ അരി നല്ലപോലെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ മേരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് 20 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ബിസ്ക്കറ്റ് തന്നെ എടുക്കണമെന്നില്ല, ക്രീം ഇല്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള 250 ഗ്രാം അരിയുടെ കണക്ക് വെച്ചിട്ടാണ് 20 ബിസ്ക്കറ്റ് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ പകുതിയാണ് എല്ലാം എടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും നേർപകുതി എടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 150 ഗ്രാം അളവിലാണ് ഈ ഒരു കപ്പലണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു കപ്പലണ്ടിയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കപ്പലണ്ടി നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടത്തില്ല, എന്നാലും ഒരു തരിതരിയായിട്ട് ഈ ഒരു പരുവത്തിൽ നല്ലപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി കൂടി പൊടിച്ചെടുക്കാം. ചൂടോട് കൂടി ഈ ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ നോക്കരുത്. ഞാനിപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുന്നത്. മുഴുവൻ അരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു അരിയും നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എത്രത്തോളം നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് വേണം എല്ലാം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതും കൂടെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 150 ഗ്രാം അളവിലാണ് പഞ്ചസാര പൊടിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പ് നിറച്ചില്ല, അതിൻ്റെ ഒരു പൊടിക്ക് കുറവുണ്ട്. ഞാനെടുത്ത അളവിൽ പാൽപ്പൊടി കൂടുതൽ എടുത്താലും കുറച്ചെടുക്കരുത്, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് കാച്ചി വെച്ചിരുന്ന പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഇളം ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത്രയും ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാനുണ്ട്. നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ പരുവം തെറ്റിപ്പോവും, അതുകൊണ്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം വീണ്ടും ആ ഒരു പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പരുവത്തിലേക്കാണ് ഇതാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൈ വെച്ചൊന്ന് തൊട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് നോക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കിനി ഏകദേശം എത്ര പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം കയ്യിൽ എണ്ണയോ ഓയിലോ ഒന്ന് പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല വലിപ്പത്തിലും വേണ്ട, നല്ല ചെറുതാവും വേണ്ട, ഈ ഒരു മീഡിയം സൈസിൽ വേണം എല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. ഇതുപോലെ വെറുതെ എല്ലാം ഉരുളകളാക്കി എടുത്ത് കഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ നാരങ്ങ പിഴിയുന്നതാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളറിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതൊന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇത് നന്നായിട്ട് അമർത്തി കൊടുത്താലേ നല്ലൊരു ഷേപ്പിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇത് കമിഴ്ത്തി പാത്രത്തിന്റെ വക്കിലൊന്ന് തട്ടിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. അപ്പോൾ അത് നല്ല ഡിസൈനായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം നാരങ്ങ പിഴിയുന്നത് എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടുട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്ത് ഈ ഒരു ഉരുള ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് അമർത്തി കൊടുത്ത ശേഷം ഇതൊന്ന് കമിഴ്ത്തി പാത്രത്തിന്റെ വക്കിൽ ഇതുപോലെ 2 തട്ട് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എപ്പോഴും ഒരേപോലെ ഉരുട്ടിയെടുത്തൊക്കെ കൊടുക്കുമ്പോൾ പിള്ളേർ കഴിക്കാനായിട്ട് മടിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര കൗതുകമായിരിക്കും. മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്കും പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.